ജൂൺ 12 മുതൽ വീണ്ടും കാലവർഷം വീണ്ടും ശക്തമാകാനുള്ള ചാൻസ് ഉണ്ട്. വളരെ ചാൻസ് കൂടുതലായിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലും പശ്ചിമഘട്ടത്തിലുമൊക്കെ നിറയെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പേടിക്കത്തക്കോണമൊന്നുമില്ല. പക്ഷെ തീർച്ചയായും കനത്ത മഴയുടെ സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് കേരളത്തിലും കർണാടകയുടെ കോസ്റ്റൽ റീജിയൻസിലൊക്കെ. അപ്പോൾ കനത്ത മഴയുടെ എന്തൊക്കെ ചെയ്യണം, അതിന് തക്കതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റും KSDMA ഒക്കെ ചെയ്യേണ്ടി വരും. പേടിക്കത്തക്കവണ്ണമൊന്നുമില്ല. ബംഗാളിലെ ന്യൂനമർദ്ദം കേരളത്തെ കൂടുതൽ ബാധിക്കില്ല. പക്ഷെ കനത്ത മഴയുടെ ചാൻസ് വളരെ കൂടും. കനത്ത മഴയുടെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയാവും. ഓക്കെ സാർ, അപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ പേടിക്കേണ്ട കാര്യമേ ഇല്ല എന്നുള്ളൊരു ഇതാണ് അല്ലേ? അപ്പോൾ ഈ കടൽക്ഷോഭവും അതേപോലെ തന്നെ കാറ്റിന്റെ ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ടോ? ഇല്ല, കനത്ത മഴയെ പേടിക്കണമെന്നേ ഉള്ളൂ. വേറെ വലുതായിട്ടൊന്നും പേടിക്കില്ല. ന്യൂനമർദ്ദത്തെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.